കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന ഇരുമുന്നണി സമ്പ്രദായത്തിന് അന്ത്യം കുറിക്കാനും ശക്തമായ മൂന്നാം ശക്തിയായി മാറാനും ലക്ഷ്യമിട്ട ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ഒരുങ്ങിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി പുറത്തുവരുന്ന പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കേവലം രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടമല്ല, മറിച്ച് സിനിമ, സാംസ്കാരിക, ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെയാണ്. ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളും മുൻനിർത്തി വോട്ടർമാരെ സ്വാധീനിക്കാൻ അപ്രതീക്ഷിത മുഖങ്ങളെയാണ് ഇത്തവണ ബി.ജെ.പി. കളത്തിലിറക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. ഇത്തവണ മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ ശ്രീലേഖ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു എന്നത് ബി.ജെ.പിയുടെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു IPS ഓഫീസർ എന്ന നിലയിൽ കേരളത്തിൽ വലിയ ജനസമ്മതിയുള്ള വ്യക്തിയാണ് ആർ ശ്രീലേഖ. അവരുടെ ഭരണ നൈപുണ്യവും സത്യസന്ധമായ പ്രതിച്ഛായയും വട്ടിയൂർക്കാവിലെ നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കുമെന്ന് പാർട്ടി കരുതുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ബി.ജെ.പി. വൻ മുന്നേറ്റം കാഴ്ചവെച്ച മണ്ഡലമാണിത്. നർമ്മദ കോംപ്ലക്സിന് സമീപം ചുവരെഴുതിക്കൊണ്ട് അവർ പ്രചാരണം ആരംഭിക്കുന്നത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തുടക്കമല്ല, മറിച്ച് മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ബി.ജെ.പിയുടെ പ്രഖ്യാപനം കൂടിയാണ്. കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ എക്കാലവും സിനിമാ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് മുൻനിർത്തിയാണ് തൃപ്പൂണിത്തറയിൽ നടി ശ്വേതാ മേനോനെയും നെടുമങ്ങാട് യുവതാരം യുവരാജ് ഗോകുലിനെയും പരിഗണിക്കുന്നത്. കൊച്ചിയിലെ പ്രമുഖ മണ്ഡലമായ തൃപ്പൂണിത്തറയിൽ 2020 തലവൻ സാബു ജേക്കബ് മത്സരിക്കുമെന്നാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ പകരം ജനപ്രീതിയുള്ള ശ്വേതാ മേനോനെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് നീക്കം. ശ്വേതാ മേനോന്റെ വരവ് മണ്ഡലത്തിലെ വനിതാ വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിച്ചേക്കാം. സുരേഷ് ഗോപിയുടെ മകൻ കൂടിയായ യുവരാജ് ഗോകുലിനെ നെടുമങ്ങാട് പരിഗണിക്കുന്നത് യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടാക്കിയ ആവേശം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാൻ ഗോകുലിന്റെ സാന്നിധ്യം സഹായിക്കുമെന്നും എൻ.ഡി.എ കണക്കുകൂട്ടുന്നു. എൻ.ഡി.എ മുന്നണിയിലെ കെട്ടുറപ്പ് ഉറപ്പാക്കുന്നതിനായി സീറ്റ് വിഭജനത്തിൽ വലിയ വിട്ടുവീഴ്ചകൾക്കും ധാരണകൾക്കും ബി.ജെ.പി. തയ്യാറായിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള BDJS-ന് 30 സീറ്റുകൾ നൽകാനാണ് പ്രാഥമിക തീരുമാനം. മധ്യ കേരളത്തിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടി എന്ന നിലയിൽ തുഷാർ വെള്ളാപ്പള്ളി കുട്ടനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സമുദായ വോട്ടുകളും ഏകോപിപ്പിക്കാൻ തുഷാറിന് കഴിയുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. വികസന രാഷ്ട്രീയത്തിന്റെ പുതിയ മണ്ഡലവുമായി വന്ന സാബു ജേക്കബിന്റെ 2020-ക്ക് 10 മുതൽ 12 സീറ്റുകൾ വരെ നൽകാനാണ് ധാരണ. എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിൽ 2020-യുടെ സാന്നിധ്യം എൻ.ഡി.എക്ക് വലിയ കരുത്ത് പകരും. മുൻ കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കളും അണിനിരക്കുന്ന പട്ടികയാണ് കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ കേരളത്തിലെ അക്കൗണ്ട് തുറന്ന മണ്ഡലമായ നേമത്ത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനാണ് സാധ്യത. IT മേഖലയിലും വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിനുള്ള വൈദഗ്ധ്യം മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കും. ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരിനാണ് മുൻഗണന. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രചാരണ വിഷയമാക്കും. ബി.ജെ.പിക്ക് വലിയ വോട്ട് ബാങ്കുള്ള പാലക്കാട് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ തന്നെയാകും ഇത്തവണയും പോരാട്ട വീര്യം തെളിയിക്കുക. കടുത്ത പോരാട്ടം നടക്കുന്ന ഇവിടെ ശോഭയുടെ ജനകീയ അടിത്തറ ഗുണകരമാകും. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ മഞ്ചേശ്വരത്ത് ജനവിധി തേടാനാണ് സാധ്യത. കാസർഗോഡ് ജില്ലയിലെ ഈ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ്. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ പത്മജ വേണുഗോപാലിനെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യ ആലോചന. എന്നാൽ K. കരുണാകരന്റെ മകൾ എന്ന നിലയിൽ തൃശൂർ മണ്ഡലത്തിലാണ് പത്മജയ്ക്ക് കൂടുതൽ സ്വാധീനമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. തൃശൂരിൽ പത്മജ മത്സരിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തെ സ്ഥാനാർത്ഥിയാക്കാൻ എൻ.ഡി.എ ലക്ഷ്യമിടുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ഇത് സഹായിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പേരും സജീവമാണ്. മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സഹായിക്കും. പുതിയ കാലത്തെ വോട്ടർമാരെ ആകർഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള വ്യക്തികളെയും പാർട്ടി കണ്ടെത്തുന്നുണ്ട്. ഷൊർണൂരിൽ ശങ്കു ടി ദാസിനെ പരിഗണിക്കുന്നത് ഇത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ്. ഹിന്ദുത്വ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്ന ശംഖുവിന് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. അതുപോലെ പാലായിൽ ഷോൺ ജോർജിന്റെ പേര് പട്ടികയിലുണ്ട്. PC ജോർജിന്റെ മകൻ എന്ന നിലയിലും യുവനേതാവ് എന്ന നിലയിലും ഷോണിന് പാലായിൽ സ്വാധീനമുണ്ട്. ബി.ജെ.പി. ജയസാധ്യത കൽപ്പിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ഗ്രൗണ്ട് വർക്കുകൾ തുടങ്ങാനാണ് നിർദ്ദേശം. തിരുവനന്തപുരം മണ്ഡലത്തിൽ കരമന ജയൻ, G. കൃഷ്ണകുമാർ, രാജശേഖരൻ നായർ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഇവിടെ ത്രികോണ മത്സരം മുറുകുമ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർണായകമാകും. ആറ്റിങ്ങലിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെ മത്സരിപ്പിക്കുന്നത് വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം നഗരസഭയിലെ പ്രവർത്തനങ്ങളിൽ വോട്ടാക്കി മാറ്റാനുമാണ്. ഈ പട്ടിക പരിശോധിച്ചാൽ ബി.ജെ.പി. വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് എല്ലാ മേഖലകളിലുമുള്ള പ്രമുഖരെ ഉൾക്കൊള്ളുന്ന ഒരു പൊതുവേദിയായി മാറാൻ ശ്രമിക്കുകയാണെന്ന് കാണാം. അഴിമതിക്കെതിരെയുള്ള പോരാട്ടവും കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങളും ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. മുൻ DGP-മാർ
കേന്ദ്രമന്ത്രിമാർ, സിനിമാ താരങ്ങൾ, യുവ അഭിഭാഷകർ എന്നിവരടങ്ങുന്ന ഈ നിര വോട്ടർമാരുടെ മുന്നിൽ ഒരു ബദൽ രാഷ്ട്രീയ ചരിത്രം അവതരിപ്പിക്കുന്നു. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDA ഇത്തവണ വലിയ അട്ടിമറികളാണ് ലക്ഷ്യമിടുന്നത്. ശ്രീരേഖയെ പോലെയുള്ള കരുത്തുറ്റ വ്യക്തിത്വങ്ങളും യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള യുവരാജ് ഗോകുലിനെ പോലെയുള്ള താരങ്ങളും ചേരുമ്പോൾ മത്സരം പ്രവചനാതീതമാകും. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കി പുതിയൊരു കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP കേന്ദ്ര നേതൃത്വം ഈ 52 അംഗ പട്ടികയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും. BJPയുടെ നീക്കങ്ങൾ LDF, UDF മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വോട്ടർമാർ ഈ താരപ്പടയെ എങ്ങനെ സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ വരുംകാല രാഷ്ട്രീയം.